ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് GDP എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട 2 മെത്തേഡുകളാണ്. ഒന്ന് വാല്യൂ ആഡഡ് മെത്തേഡ്, രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമ്മൾക്കറിയാം 3 മെത്തേഡാണ് GDP എസ്റ്റിമേഷന് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം മെത്തേഡാണ്. ഈ ഭാഗങ്ങൾ തമ്മിലുള്ള റിലേഷൻ, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, ഇവ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഈ ഭാഗം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ 2-3 വീഡിയോകൾക്ക് മുമ്പ് ഈ ഭാഗം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇൻകം മെത്തേഡ് അനുസരിച്ച് എന്താണ് GDP? ഇൻകം മെത്തേഡ് GDPയെ മനസ്സിലാക്കുന്നത് ഫാക്ടർ ഇൻകത്തിൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ്. ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഒരു വർഷം ഉണ്ടാകുന്ന എല്ലാ ഘടക വരുമാനങ്ങളുടെയും ഫാക്ടർ ഇൻകത്തിൻ്റെയും ആകത്തുക എന്ന അർത്ഥത്തിലാണ് GDPയെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഇൻകം മെത്തേഡ്, GDP is the sum of factor income received by all factors of production within the domestic territory of a country during an year. Year means an accounting year. So we have to understand what are the factor incomes or factor rewards. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ് ഫാക്ടർ ഇൻകം, ഘടക വരുമാനം, ഓർ ഫാക്ടർ റിവാർഡ്സ്, ഘടകത്തിൻ്റെ റിവാർഡ്സ്, പ്രതിഫലം ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 4 ഉൽപ്പാദന ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് എൻ്റർപ്രണർഷിപ്പ് എന്ന് കൂടി പറയാം. ഓക്കെ, ലാൻഡിന് കിട്ടുന്ന പ്രതിഫലം ഏതാണ്? റെൻ്റാണ്. ലേബറിന് കിട്ടുന്ന പ്രതിഫലം ഏതാണ്? വേജാണ്. ക്യാപിറ്റലിന് കിട്ടുന്ന പ്രതിഫലം ഏതാണ്? ഇൻട്രസ്റ്റ് ആണ്. എൻ്റർപ്രണർക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ 4 ഘടക വരുമാനങ്ങൾ ആഡ് ചെയ്താൽ GDP കിട്ടും എന്നതാണ് ഇൻകം മെത്തേഡിൻ്റെ കാതൽ. എന്തുകൊണ്ടാണ് ടോട്ടൽ ഫാക്ടർ ഇൻകം GDP ആകുന്നത്? അതൊരു അസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഹിയർ വി അസ്യൂം ദാറ്റ് the factor income received by household is completely spent on final goods and services. ഹൗസ്ഹോൾഡ് റിസീവ് ചെയ്യുന്ന ഫാക്ടർ ഇൻകം മുഴുവനായും, ഹൗസ്ഹോൾഡ് റിസീവ് ചെയ്യുന്ന ഘടക വരുമാനം, അതായത് അവർ റിസീവ് ചെയ്യുന്ന റെൻറ്റിൻ്റെ രൂപത്തിലും വേജിൻ്റെ രൂപത്തിലും ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിലും പ്രോഫിറ്റിൻ്റെ രൂപത്തിലും കിട്ടുന്ന വരുമാനം മുഴുവനായും അന്തിമ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാം, അന്തിമ സാധന സേവനങ്ങളുടെ ചിലവിനെയാണ് GDP എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഈ വരുമാനം മുഴുവനും ആ ചെലവിനായി വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വരുമാനത്തിൻ്റെ സമ്മേഷൻ അല്ലെങ്കിൽ ആകത്തുക എന്തായിരിക്കും? GDP ആയിരിക്കും. അക്കോർഡിംഗ് ടു ഇൻകം മെത്തേഡ്, GDP ഈക്വൽ ടു RI means total rent. It is not rent for single unit. It is rent of all units. Aggregate rent ആണ്. ഇക്കോണമിയിലെ മുഴുവൻ rent ആണ്. Plus WI denotes total wage in the economy. Then INI, ഇൻട്രസ്റ്റ് നമ്മൾ IN എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഓൾറെഡി കൊടുത്തു IN എന്ന ലെറ്റർ കൊണ്ട്. അപ്പോൾ INI പ്ലസ് പ്രോഫിറ്റ് PPI. അപ്പോൾ RI എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് റെൻ്റാണ്, ഇക്കോണമിയിലെ മുഴുവൻ റെൻ്റാണ്. WI എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് വേജാണ്, ഇക്കോണമിയിലെ മുഴുവൻ വേജാണ്, മാക്രോ ആണ്. INI എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓർ അഗ്രിഗേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദി ഇക്കോണമി, ഇക്കോണമിയിലെ മുഴുവൻ പലിശയാണ്. PI എന്ന് പറയുന്നത് ഇക്കോണമിയിലെ മുഴുവൻ ലാഭമാണ്, ഇക്കോണമിയിലെ മുഴുവൻ എൻ്റർപ്രൈസസിന് കിട്ടുന്ന ലാഭമാണ്. അസ്യൂം ദാറ്റ് ഒരു ഇക്കോണമിയിൽ N യൂണിറ്റ് ഓഫ് ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് പറയാം, M എന്ന് പറയാം, നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിഞ്ഞതിലൊക്കെ N യൂണിറ്റ് ഓഫ് N നമ്പർ ഓഫ് എന്നതാണല്ലോ, അതാണ് നമ്മൾ കേട്ട് പരിചയം. അതുകൊണ്ട് നമുക്ക് N തന്നെ ഇവിടെ എടുക്കാം. RI എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിലെ ടോട്ടൽ റെൻ്റ് ആണെങ്കിൽ N യൂണിറ്റ് ഓഫ്
ലാൻഡ് ഉണ്ടെങ്കിൽ RI എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ I എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 to n യൂണിറ്റ് ഓഫ് ലാൻഡിൻ്റെ റെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ ഇത് വായിക്കുക? RI ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n RI. അതായത് സിഗ്മ I ഡിനോട്ട് ചെയ്യുന്നത് 1 to n യൂണിറ്റിനെയാണ്. ഗ്രോസ് ആണ്, അഗ്രിഗേറ്റ് ആണ് എന്ന അർത്ഥത്തിലാണ്. ഗ്രോസ് അല്ല, അഗ്രിഗേറ്റ് ആണ് എന്ന അർത്ഥത്തിലാണ്. RI ആണ്. അങ്ങനെയാണെങ്കിൽ WI ഒരു ഇക്കോണമിയിൽ എന്താണ്? n യൂണിറ്റ് ഓഫ് ലേബർ യൂണിറ്റ്, n നമ്പർ ഓഫ് ലേബർ യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ആയിരിക്കും? WI. ഈ WI എന്ന് പറഞ്ഞാൽ മൊത്തം വേജ് ആണ്. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു 1 to n വേജ് ആയിരിക്കും അല്ലേ? അപ്പോൾ WI ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n WI. ലൈക്ക്വൈസ് INI എന്തായിരിക്കും? INI ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n INI. Likewise, PI equal to എന്തായിരിക്കും? PI equal to sigma I equal to 1 to n PI. ഇത് കാണിക്കുന്നത് അഗ്രിഗേറ്റ് ആണ്, മാക്രോ ആണ്, ഒരു ഇക്കോണമിയിലെ മുഴുവനാണ് എന്ന ഒരു അഗ്രിഗേറ്റിനെ കാണിക്കാനുള്ള ഒരു എക്സ്പ്രഷനാണ്. നമ്മൾ കഴിഞ്ഞതിലൊക്കെ ഇങ്ങനത്തെ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യുന്നത് RIക്ക് പകരം സിഗ്മ I ഈക്വൽ ടു 1 to n RI കൊടുക്കുന്നു, WIക്ക് പകരം ഈ എക്സ്പ്രഷൻ കൊടുക്കുന്നു, INIക്ക് പകരം ഇത്, PNIക്ക് പകരം ഇത്. അപ്പോൾ നമ്മൾക്കിതൊന്ന് റീറൈറ്റ് ചെയ്യാം. അങ്ങനെയുള്ള അഗ്രിഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ കാണിച്ചിട്ട് ഇത് എഴുതാം. ഇതൊക്കെ ഒരേ തരത്തിലാണ്. നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിലും ഇൻകം മെത്തേഡിലും കാണിച്ച അതേ എക്സ്പ്രഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ GDP ഈക്വൽ ടു R-ന് പകരം സിഗ്മ I ഈക്വൽ ടു 1 to n RI പ്ലസ് WIക്ക് പകരം സിഗ്മ I ഈക്വൽ ടു 1 to n WI. INIക്ക് പകരം സിഗ്മ I ഈക്വൽ ടു 1 to n INI പ്ലസ് PIക്ക് പകരം സിഗ്മ I ഈക്വൽ ടു 1 to n PI. Assume that ഇത് സിഗ്മ I ഈക്വൽ ടു 1 to n RI എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിലെ ടോട്ടൽ റെൻ്റാണ്. സിഗ്മ I ഈക്വൽ ടു 1 to n WI എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിലെ ടോട്ടൽ വേജ് ആണ്. സിഗ്മ I ഈക്വൽ ടു 1 to n INI എന്ന് പറയുന്ന ഒരു ഇക്കോണമിയിലെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. സിഗ്മ ഈക്വൽ ടു 1 to n PI എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിലെ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതാണ് എന്ത്? GDP. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യാം. സിംപ്ലിസിറ്റിക്ക് വേണ്ടി എന്താണ്? R പ്ലസ് W പ്ലസ് IN പ്ലസ് P ആണെന്ത്? GDP എന്ന് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് ഇൻകം മെത്തേഡ്. ഇതാണ് എന്ത്? വരുമാന രീതി. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദി ഇൻകം റിസീവ്ഡ് ബൈ ഫാക്ടേഴ്സ് ലൈക്ക് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് completely spent on final goods and services. So the income received for the factor income received is equal to final expenditure in the economy. So income, total income, sum of the total income is always equal to sum of total final expenditure in the economy. അതായത് ഘടക വരുമാനമായി കിട്ടുന്ന വരുമാനം മുഴുവനും അന്തിമ സാധന സേവനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ ഘടക വരുമാനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അന്തിമ സാധന സേവനങ്ങളുടെ മൂല്യത്തിന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ അന്തിമ സാധന സേവനങ്ങളുടെ എക്സ്പെൻഡിച്ചറിന് തുല്യമായിരിക്കും. മൂല്യത്തിന് തുല്യമായിരിക്കും എന്ന് പറയുമ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡ്, അതിൻ്റെ ഫൈനൽ എക്സ്പെൻഡിച്ചറിന് തുല്യമായിരിക്കും എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇതോ ഇൻകം മെത്തേഡ്. അപ്പം മൂന്നും ഈക്വലാന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? മൂന്ന് മെത്തേഡിൻ്റെയും പ്രോഡക്റ്റ് ഉത്തരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നതാണ്. ഇഫ് യു എസ്റ്റിമേറ്റ് GDP by using
whether value added method or income method or expenditure method, your answer is always same. Your value of GDP is always same. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും, കൂട്ടിച്ചേർത്ത മൂല്യരീതിയോ ചെലവ് രീതിയോ അല്ലെങ്കിൽ വരുമാന രീതിയോ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇത് നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിളിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 ഉൽപ്പാദന യൂണിറ്റുകളുണ്ട്. 2 ഉൽപ്പാദന യൂണിറ്റുകളേ ഉള്ളൂ. നമ്മളുടെ എക്സാമ്പിൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ആലോചിക്കുന്നു. 2 ഉൽപ്പാദന യൂണിറ്റുകൾ. എ എന്ന് പറയുന്നത് ഒരു കോട്ടൺ പ്രൊഡ്യൂസിങ് ഫാർമറാണ്, പരുത്തി ഉണ്ടാക്കുന്ന ഒരു കർഷകനാണ്. അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? കോട്ടൺ. അയാൾ കോട്ടൺ എത്ര രൂപയുടെ? 50 രൂപയുടെ. 50 കോടിയാക്കാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ആക്കാം. 50 രൂപയുടെ എന്തുണ്ടാക്കുന്നു ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു? കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 50 രൂപയുടെ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ഒരു തുണി മില്ലിനുടമയാണ്, ഒരു ഫാബ്രിക് പ്രൊഡ്യൂസിങ് കമ്പനിയുടെ ഉടമയാണ്, അല്ലെങ്കിൽ ഒരു പവർ ലൂമിൻ്റെ ഉടമയാണ്. അയാൾ എന്തുണ്ടാക്കുന്നു? തുണി ഉണ്ടാക്കുന്നു, ക്ലോത്ത് ഉണ്ടാക്കുന്നു. അയാൾ ഈ 50 രൂപയുടെ പരുത്തി ഉപയോഗിച്ചുകൊണ്ട്, കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് 200 worth rupees ക്ലോത്ത് ഉണ്ടാക്കുന്നു. എത്ര രൂപയുടെ ക്ലോത്താണ് ഉണ്ടാക്കുന്നത്? 200 രൂപയുടെ ക്ലോത്ത് ഉണ്ടാക്കുന്നു. We assume that in an economy there are 2 producing units, A and B. A is a farmer producing 50 worth rupees of cotton. B is a power loom owner. He produces cloth worth rupees 200 by using 50 rupees of cotton. അതായത് ഇയാളുടെ ഇൻ്റർമീഡിയറി ഗുഡ് എത്രയാണ്? 50 ആണ്. 50 രൂപയുടെ കോട്ടൺ ആണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു എക്ക് കോട്ടൺ ഉണ്ടാക്കാൻ വേണ്ടി ഇൻ്റർമീഡിയറി ഗുഡ് ആവശ്യമായി വരുന്നില്ല. ലേബറൊക്കെ ആവശ്യമായി വന്നിട്ടുണ്ടാവും, റോ മെറ്റീരിയൽ ആവശ്യമായി വന്നില്ല എന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത് നമ്മളുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ റോ മെറ്റീരിയൽ ആരാണ് കൊടുത്തത് അയാളെ കൂടി നമ്മളുടെ ഈ എക്സാമ്പിളിൽ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡിൽ എങ്ങനെയാണ് GDP കാണുക? 2 പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസ് ഉള്ളത്. അവരുടെ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് GDP. വാല്യൂ ആഡഡ് മെത്തേഡിൽ എന്താ GDP ഈക്വൽ ടു ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫേം 1 പ്ലസ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫേം 2 എക്സെട്ര ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫേം n. ഇവിടെ 2 ഫേമാണുള്ളൂ. അപ്പോൾ ഇവരുടെ ഗ്രോസ് വാല്യൂ ആഡഡ്. ഇയാളുടെ ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ ഇക്വേഷൻ എന്താ? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറി ഗുഡ്സ്. നമ്മൾക്കറിയാം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്ര? 50. ഇൻ്റർമീഡിയറി ഗുഡ് ഉണ്ടോ? 0. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് എത്രയാ? ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് എ എത്രയാ? 50 തന്നെ. അപ്പോൾ ഇയാളുടെ ഗ്രോസ് വാല്യൂ ആഡഡ് എത്ര? GVAB. ഇയാളുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്ര? 200. ഇയാളുടെ ഇൻ്റർമീഡിയറി ഗുഡ് എത്ര? 50 രൂപയുടെ കോട്ടൺ ഉപയോഗിക്കുന്നു. ഇൻ്റർമീഡിയറി ഗുഡ് 50. ആ വരുമ്പോൾ 150 ആണ് ഇയാളുടെ ഇയാളുടേത് പ്രോഡക്റ്റ്. 2 പ്രോഡക്റ്റ് അല്ലേ വാല്യൂ ആഡഡ്. ഈ 2 വാല്യൂ ആഡഡ് കൂട്ടിയാൽ എത്ര കിട്ടും? GDP എത്ര കിട്ടുക? GDP ഇവിടെ എത്ര കിട്ടുക? 200 ആണ് GDP. GDP is the sum of gross value added. Here GVAA, GVAB ഇത് 2 കൂടി കൂട്ടിയാൽ കിട്ടും. അതായത് ഫൈനൽ ഗുഡിൻ്റെ വാല്യൂ ആണ്. ഇവിടെ ക്ലോത്ത് ആണ് ഫൈനൽ ഗുഡ്, തുണിയാണ് കൺസ്യൂമേഴ്സ് വാങ്ങുന്നത്. തുണി പിന്നെ ഫർദർ പ്രോസസ്സിംഗ് ഒന്നും നടത്തുന്നില്ല, തുണി ഫൈനൽ ഗുഡായിട്ട് എടുക്കുന്നു. ഈ 100 നമ്മൾക്ക് വാല്യൂ ആഡഡ് കിട്ടിയപ്പം കിട്ടി. നമ്മൾ ഓൾറെഡി ഏതിൽ പറഞ്ഞിട്ടുണ്ട്? ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിപ്പോൾ മനസ്സിലാക്കി 50 രൂപയുടെ കോട്ടൺ ഉണ്ടാക്കി എ പ്രൊഡ്യൂസ് ചെയ്തത് 50 രൂപയുടെ കോട്ടനാണ്. 50 രൂപയുടെ പരുത്തി ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഉൽപാദന ഘടകങ്ങൾക്ക് എന്ത് കൊടുക്കണം? റിവാർഡ് കൊടുക്കണം. 4 ഉൽപാദന ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്?
ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അതിൻ്റെ കൂടെ ഇൻ്റർമീഡിയറി ഗുഡും കൂടി ചേർത്തിട്ടാണ് ഉൽപ്പാദനം നടക്കുക. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തു എയുടെ കേസിൽ ഇൻ്റർമീഡിയറി ഗുഡ് ഇല്ല എന്ന്. അപ്പോൾ ഈ 50 രൂപ ആർക്കാണ് വിതരണം ചെയ്യേണ്ടത്? ഉൽപ്പാദന ഘടകങ്ങൾ. ഇവിടെ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി അസ്യൂം ചെയ്യുന്നു 2 ഉൽപ്പാദന ഘടകങ്ങളേ ഉള്ളൂ, ലേബറും പിന്നെ എൻ്റർപ്രണർഷിപ്പും അല്ലേ. അപ്പോൾ ലേബർ 2 എണ്ണം ഉള്ളൂ, 4 എണ്ണം ഉണ്ട്. ഫോർ സിംപ്ലിസിറ്റി ഹിയർ വി അസ്യൂം ദാറ്റ് ദർ ആർ ഓൺലി 2 ഫാക്ടേഴ്സ്, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ലേബർ. തൊഴിലാളിക്ക് കൂലിയായി 20 രൂപ കൊടുക്കുന്നു. വേജ് ആയിട്ട് എത്ര കൊടുക്കുന്നു? എ വേജ് ആയിട്ട് 20 രൂപ കൊടുക്കുന്നു. എ ബാക്കി എത്ര ഉണ്ടാവും? 50 രൂപയുടെ പ്രോഡക്റ്റ് അല്ലേ എയുടേത്? ഓർമ്മയുണ്ടോ? എയുടേത് എത്ര രൂപയുടെ പ്രോഡക്റ്റാ? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എത്ര എയുടേത്? 50. ബാക്കി എത്ര ഉണ്ടാവുക? 20 വേജ് ആയിട്ട് കൊടുത്താൽ സർപ്ലസ് എത്ര ഉണ്ടാവുക? 30. അത് 30 എന്തായിരിക്കും? എയുടെ പ്രോഫിറ്റ്. ഇതാണ് ഈ 2 ഘടകങ്ങളുള്ളതെന്ന് വിചാരിക്കുക. എയുടെ കേസിൽ 50 റുപ്പി ആണ് ഉൽപ്പന്നം, അതിൽ 20 റുപ്പി പെയ്ഡ് ആസ് വേജ് ആൻഡ് ദി റെസിജ്വൽ ദി സർപ്ലസ് 30 ആസ് പ്രോഫിറ്റ്. 30 ആണ് എന്ത് വരുന്നത്? ലാഭമായി വരുന്നത്. ഇനി ബിയുടെ ഉൽപ്പന്നത്തിന് മൂല്യം എത്രയായിരുന്നു? 50 രൂപ ഇൻ്റർമീഡിയറി, 50 ഇൻ്റർമീഡിയറി ആയിരുന്നു. കോട്ടൻ്റെ വിലയായിരുന്നു. ആ 50 കോട്ടൺ വെച്ചിട്ട് 200ൻ്റെ ക്ലോത്ത് ഉണ്ടാക്കുന്നു. അപ്പോൾ 200ൻ്റെ ക്ലോത്തിൽ 50 റുപ്പി എന്തായിട്ട് കൊടുക്കണം? ഇൻ്റർമീഡിയറി ഗുഡിൻ്റെ വിലയായിട്ട് കൊടുക്കണം. 200 രൂപയുടെ തുണി ഉൽപ്പാദിപ്പിച്ചപ്പോൾ 50 രൂപ അതിൻ്റെ റോ മെറ്റീരിയൽ കൊടുക്കണം. ബാക്കി എത്രയാണ് ഉണ്ടാവുക? ബിയുടെ കയ്യിൽ 150 രൂപ, 150 റുപ്പി. ഈ 150 റുപ്പിയാണ് ഫാക്ടേഴ്സിന്, ഉൽപ്പാദന ഘടകങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ 2 ഉൽപ്പാദന ഘടകങ്ങളേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുന്നു. ഏതൊക്കെ? ലേബറും എൻ്റർപ്രണർഷിപ്പും. അപ്പോൾ നമ്മൾ ഈ എത്ര ഉള്ളത്? 200 ഉണ്ടോ കൊടുക്കാൻ? ഇല്ല. അല്ല, 50 എന്തിനു കൊടുത്തു? ഇൻ്റർമീഡിയറി ഗുഡിന് കൊടുത്തു. പിന്നെ എത്ര ബാക്കി വരുന്നത്? ഓൺലി 150. 150ൽ 60 വേജ് ആയിട്ട് കൊടുക്കുന്നു. വേജ് ആയിട്ട് എത്ര കൊടുക്കുന്നു? ബിയുടെ കേസാണ് 60 വേജ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി എത്ര ഉണ്ടാവും? 150ൽ 60 പോയാൽ എത്ര ഉണ്ടാവുക? 90 പ്രോഫിറ്റ് ആയിട്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ഇൻകം മെത്തേഡ് അനുസരിച്ച് GDP എന്താ? ഇൻകം മെത്തേഡിൽ GDP എന്താ? GDP ഈസ് ദി സം ഓഫ് ഫാക്ടർ ഇൻകം. ഘടക വരുമാനത്തിൻ്റെ സമ്മാണ്. ഇവിടെ എത്ര ഘടക വരുമാനം? 2 ഘടകങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ സം എത്രയാ? 20 + 60 80. പ്രോഫിറ്റ് എത്രയുള്ളത്? 30 + 90 120. ഇതാണ് ഈ 2 ഘടകങ്ങളാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 80 + 120 = 200. 200 ആണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? GDP കിട്ടുന്നത്. GDP 200 കിട്ടുന്നു. അതായത് വേജ് പ്ലസ് പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് ഇവിടെ ഇല്ല, പിന്നെന്ത് ഇവിടെ ഇല്ല? റെൻറ്റ് ഇവിടെ ഇല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഈ 200 ആണ് ഇൻകം മെത്തേഡിൽ എന്ത് വരുന്നത്? GDP വരുന്നത്. നേരത്തെ നമ്മൾ വാല്യൂ ആഡഡ് മെത്തേഡിൽ എത്ര GDP വന്നത്? 200 തന്നെ. ഇപ്പോൾ വാല്യൂ സെയിമായി, ഒരേ വാല്യൂ തന്നെ. കാരണം എന്താണ്? ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന് വാല്യൂ ആണ് ഇങ്ങോട്ട് വന്നത് അല്ലേ. ഇതവരെന്ത് ചെയ്യുന്നു? ഈ 200 നമ്മൾ അസ്യൂം ചെയ്യുന്നു ഹൗസ് ഹോൾഡിന് കിട്ടിയ ഫാക്ടർ ഇൻകം കംപ്ലീറ്റ് ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനല്ല, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ. നമ്മളുടെ എക്സാമ്പിൾ ഏതാണ് ഫൈനൽ ഗുഡ്? 200 റുപ്പീസ് ഓഫ് ക്ലോത്ത്. ഈ 200 റുപ്പീസ് ഓഫ് ക്ലോത്ത് വാങ്ങാൻ വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഫാക്ടർ ഇൻകത്തിൻ്റെ സമ്മായ 200 ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഓൺ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് 200 ആണ്. ആ 200 ആണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ചും GDP എത്ര തന്നെയാണ്? 200 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും, വാല്യൂ ആഡഡ് മെത്തേഡായാലും എക്സ്പെൻഡിച്ചർ മെത്തേഡായാലും ഇൻകം മെത്തേഡായാലും നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഈക്വൽ. വി ക്യാൻ സേ ദാറ്റ് GDP equal to sigma I equal to 1 to n GVAI. അതായത് വാല്യൂ ആഡഡ് മെത്തേഡിലെ GDP ഈക്വൽ ടു എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ GDP എന്താണ്? C + I + G + X - M ഈക്വൽ ടു
ഇൻകം മെത്തേഡിലെ ജി ഡി പി. ഞാൻ ഇതിൻ്റെ താഴെ എഴുതുകയാണെ നേരെയാണ് എഴുതേണ്ടത്. ഇൻകം മെത്തേഡിലെ ജി ഡി പി എന്താ? ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് ഐ എൻ പ്ലസ് പി. ഇത് കാണിക്കുന്നത് 3 മെത്തേഡിലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്നായിരിക്കും എന്നതാണ്. ഓക്കെ, ഈ 3 മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഗുഡ് ബൈ.